എനിക്കുണ്ടല്ലോ കിച്ചണിക്ക് എന്തെങ്കിലും സ്പെഷ്യലായി വാങ്ങിയാൽ പിന്നെ അത് വെച്ചിട്ടുള്ള കുക്കിംഗ് ആയിരിക്കും കേട്ടോ 1-2 ദിവസം. അങ്ങനെ ഇന്നലെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് ഈ ഒരു എഗ് ബോയിലർ. ഇന്ന് രാവിലെ ഉച്ചക്കും ഒക്കെ എഗ്ഗ് വെച്ചിട്ടുള്ള വിഭവങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഈവനിങ്ങിലും ഞാൻ എഗ്ഗ് വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കാൻ നിൽക്കുക. ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പെട്ടെന്ന് തന്നെ എഗ്ഗൊക്കെ ബോയിൽ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ബുൾസൈ ഉണ്ടാക്കാനുള്ള ഒരു പാത്രം കൂടിയുണ്ട്. അതുപോലെ ഒരു മെഷർമെൻറ്റ് കപ്പും കൂടെ കിട്ടുന്നുണ്ട്. മുട്ട ഇവിടെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ ഞാൻ ബജിക്കുള്ള മാവ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ, കടലമാവ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായംപൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോഴേക്കും മുട്ടയും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിന് നമ്മുടെ ആ മെഷർമെൻറ്റ് കപ്പ് അനുസരിച്ചിട്ട് വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ട ബോയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മുട്ടയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് അതിങ്ങനെ 2 പീസാക്കിയിട്ട് എടുത്തു കേട്ടോ. പിന്നെ മുട്ട ബജിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലിലൊന്ന് പറയാണ്. പിന്നെ ഇനിയിപ്പോൾ അത് മാവിലൊന്ന് മുക്കി പൊരിക്കാനേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് മാവ് അതിൻ്റെ മേലെ ഇങ്ങനെ ആക്കി കൊടുത്ത് എണ്ണയിലിട്ട് പൊരിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ ഈവനിങ്ങിൽ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതൊന്നുകൂടെ എളുപ്പമാക്കാൻ ഈ എഗ് ബോയിലർ വെച്ചിട്ട് പറ്റിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ആക്കിയിട്ട് കമൻറ്റിൽ ലിങ്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്.